ഇന്നും ഹെയ്ത്തിയുടെ നിയമപുസ്തകത്തിൽ ഒരു വകുപ്പുണ്ട്. ഒരാളെ സോംബിയാക്കി മാറ്റുന്നത് കൊലപാതകത്തിന് തുല്യമായൊരു കുറ്റമാണ്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു വ്യക്തി ഒരു ദിവസം മരണപ്പെടുന്നു. അതീവ ദുഃഖത്തോടെ നിങ്ങൾ എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ മണ്ണിനടിയിൽ കുഴിച്ചിടുന്നു. എന്നാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു രാത്രിയിൽ ആ മരിച്ച വ്യക്തി നിങ്ങളുടെ വീടിന് മുൻപിൽ നിൽക്കുന്നു. നിങ്ങൾ എന്തു ചെയ്യും? പേടിച്ചു പോകും അല്ലേ? അല്ലാതെന്ത് ചെയ്യാൻ? ഇത്തരം പ്രതിഭാസങ്ങളെ പറയുന്ന പേരാണ് സോംബികൾ. ഹോളിവുഡ് സിനിമകളിൽ പറയപ്പെടുന്ന പോലെ രക്തമൂറ്റി കുടിക്കുന്ന, മാംസം ഭക്ഷിക്കുന്ന സോംബികളല്ല, മറിച്ച് ജീവനുള്ള, ചിന്താശേഷി ഒട്ടും തന്നെ ഇല്ലാത്ത ശവശരീരങ്ങൾ. ഇത് കേൾക്കുമ്പോൾ ഇതെല്ലാം വെറും കെട്ടുകഥകളല്ലേ, വെറും അന്ധവിശ്വാസങ്ങളല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. കാരണം വൂഡു എന്ന് പറഞ്ഞ ദ്വീപിൽ ഇന്നും നിലനിൽക്കുന്ന അതിഭീകരമായ യാഥാർത്ഥ്യങ്ങളാണിവ. ആൻഡ് വെൽക്കം ടു ദ എപ്പിസോഡ് ഓഫ് വൂഡു ആൻഡ് ദ റിയൽ സോംബീസ് ഓഫ് ഹെയ്ത്തി. മരിച്ചുപോയ മനുഷ്യരെ കല്ലറകളിൽ നിന്ന് പുറത്തെടുത്ത് സ്വന്തം അടിമകളാക്കി മാറ്റുന്ന കറുത്ത ആഭിചാരത്തിന്റെ പേരാണ് വൂഡു. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകാം, മരിച്ചുപോയ മനുഷ്യരെ എങ്ങനെയാണ് ജീവനോടെ പുറത്തെടുക്കുന്നത്? എന്നാൽ അതിന് പുറകിൽ അതിരഹസ്യമായ സയൻസും സാത്താനിക് ക്രിയകളുമുണ്ട്. അത് പറയുന്നതിന് മുൻപ് നമുക്ക് വൂഡുവിന്റെ ചരിത്രത്തിലോട്ട് പോകാം. 16-17 നൂറ്റാണ്ടുകളിൽ ആഫ്രിക്കയിൽ നിന്ന് കരീബിയൻ രാജ്യങ്ങളിലോട്ട് കൊണ്ടുവരപ്പെട്ട അടിമകളിൽ നിന്നാണ് വുഡു എന്ന ആഭിചാരക്രിയ ആദ്യമായി വളരാൻ തുടങ്ങിയത്. സ്വന്തം യജമാനന്മാരിൽ നിന്ന് കൊടിയ പീഡനങ്ങൾ അനുഭവിച്ച അടിമകൾ അതിൽ നിന്ന് രക്ഷപ്പെടാനും അവരോട് പ്രതികാരം ചെയ്യാനും തങ്ങളുടെ പുരാതന ദൈവങ്ങളോടും ആത്മാക്കളോടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ വൂഡു എന്ന ആഭിചാരക്രിയ ആദ്യമായി രൂപം കൊണ്ടതും വളരാൻ തുടങ്ങിയതും അവിടെ വെച്ചായിരുന്നു. വൂഡു എന്നാൽ കേവലം ഒരു മതമോ ഒരു ആഭിചാരമോ അല്ല, അത് അദൃശ്യ ശക്തികളുമായി നടത്തുന്ന അപകടകരമായ ഒരു കച്ചവടമാണ്. പാവകളിൽ സൂചി കൊണ്ട് കുത്തി ശത്രുക്കളെ വേട്ടയാടുന്ന ചില ക്രിയകളെ പറ്റി നമ്മൾ കേട്ടിട്ടില്ലേ? എന്നാൽ അതിനേക്കാൾ ഭീകരമാണ് ബോക്കോർ എന്ന വുഡു മന്ത്രവാദികൾ ചെയ്യുന്ന ചില ക്രിയകൾ. അതിനെ പറ്റി ഒരു സംഭവം പറഞ്ഞു തരട്ടെ. 1962 ഹെയ്ത്തിയിലെ ഒരു പ്രമുഖ ആശുപത്രിയിൽ ക്ലെയർവിയസ് നാർസിസ് എന്നൊരു വ്യക്തി കടുത്ത പനിയും ശ്വാസതടസ്സവും കാരണം മരണപ്പെടുന്നു. അമേരിക്കക്കാരായ 2 ഡോക്ടർമാർ അയാളുടെ മരണം സ്ഥിരീകരിക്കുന്നു. അയാളുടെ കുടുംബം വളരെ ദുഃഖത്തോടെ തന്നെ അയാളുടെ ശവശരീരം കല്ലറയിൽ അടക്കം ചെയ്യുന്നു. എന്നാൽ കഥ ഇവിടെ അവസാനിച്ചിട്ടില്ല കേട്ടോ. കൃത്യം 18 വർഷങ്ങൾക്ക് ശേഷം 1980 ക്ലെയർവിയസിന്റെ സഹോദരി ഒരു ചന്തയിൽ നിൽക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു. 18 വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ തന്റെ സഹോദരൻ അതാ തനിക്ക് നേരെ നടന്നു വരുന്നു. എല്ലാവരും ഭയന്നോടി. എന്നാൽ ആ പെൺകുട്ടി മാത്രം ഓടിയില്ല. അവളോട് ക്ലെയർവിയസ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ലോകം അമ്പരന്നു. അയാൾ പറഞ്ഞ കാര്യങ്ങൾ: അന്ന് ആ പെട്ടിയിൽ കിടക്കുമ്പോൾ ഞാൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അനങ്ങാനും കഴിയാത്ത അവസ്ഥയിലായിരുന്നു. എൻ്റെ കണ്ണുകൾ തുറക്കാൻ പറ്റിയിരുന്നില്ല. എന്നാൽ നിങ്ങൾ എല്ലാവരും തന്നെ കരയുന്നത് എനിക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. ഓരോ തരി മണ്ണൽ എൻ്റെ പെട്ടിയിലോട്ട് വീഴുമ്പോഴും ഞാൻ ഉള്ളിൽ പൊട്ടിക്കരയുകയായിരുന്നു. ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വൂഡു എന്ന ക്രിയ എത്രത്തോളം അപകടകരമാണെന്ന്. അപ്പോൾ ഒരു സംശയം ബാക്കിയില്ലേ, മരിച്ചുപോയ ഒരാൾ എങ്ങനെയാണ് ജീവനോടെ തിരിച്ചു വരുന്നത്? അങ്ങനെയാണെങ്കിൽ മരിച്ചുപോയ എല്ലാവരും നമുക്ക് ജീവിപ്പിച്ചുകൂടെ? അല്ല, അതിനൊരു രഹസ്യമുണ്ട്, ഒരു പ്രത്യേകതയുമുണ്ട്. ആ രഹസ്യത്തിന്റെ പേരാണ് കൂപ്പ് ഡി പൗഡർ അഥവാ സോംബി പൗഡർ. ലോകത്തിലെ ഏറ്റവും അപകടകരമായ ടെട്രോഡോടോക്സിൻ എന്ന വിഷം ഇതിലടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിലെത്തുന്നതോടെ മനുഷ്യന്റെ ശ്വാസോച്ഛ്വാസവും ഹൃദയമിടിപ്പും തികച്ചും നിലയ്ക്കും. ശാസ്ത്രീയമായി നോക്കിയാൽ അയാൾ മരിച്ചു കഴിഞ്ഞു. എന്നാൽ തലച്ചോറിലെ ചിന്താശേഷി മാത്രം നിലച്ചവസ്ഥയിൽ അയാൾ ജീവനോടെ ഉണ്ടാകും. രാത്രിയുടെ ഇരുട്ടിൽ വൂഡു മാന്ത്രികൻ കല്ലറകൾ തോണ്ടി ഇവരെ പുറത്തെടുക്കുന്നു. തുടർന്ന് ധാതുര എന്ന ചെടിയിൽ നിന്നുള്ള മരുന്ന് നൽകി അവരുടെ ഓർമ്മശക്തി പരിപൂർണമായി നശിപ്പിക്കുന്നു. സ്വന്തം പേരോ ഭൂതകാലമോ ഓർമ്മയില്ലാതെ, സ്വന്തമായി ചിന്തിക്കാൻ കഴിയാതെ വെറും ഒരു കളിപ്പാവയായി അവർ മാറും. പിന്നീട് അവരെ വിജനമായ തോട്ടങ്ങളിൽ അടിമവേലയ്ക്കായി ഉപയോഗിക്കുന്നു. എത്ര ഭീകരമായ ആചാരമല്ലേ? എന്നാൽ ഇതിന് പോലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്. ഇത്തരം സോംബികൾക്ക് ഒരിക്കലും ഉപ്പ് ചേർത്ത ഭക്ഷണങ്ങൾ കൊടുക്കാറില്ല. കാരണം ഒരു തരി ഉപ്പ് അവന്റെ വയറ്റിൽ ചെന്നാൽ മാന്ത്രികന്റെ മരുന്നിന് ശക്തി ഇല്ലാതാകും. നഷ്ടപ്പെട്ടു പോയ ഓർമ്മകൾ, സ്വന്തം ഐഡന്റിറ്റി, അവൻ അനുഭവിച്ച ക്രൂരതകൾ എല്ലാം ഒരൊറ്റ സെക്കൻഡിൽ അവന്റെ തലച്ചോറിലേക്ക് തിരികെ വരും.
പിന്നെ അവിടെ നടക്കാൻ പോകുന്നത് ക്രൂരമായ പ്രതികാരമായിരിക്കും. തങ്ങളെ ഈ അവസ്ഥയിലാക്കിയ വൂഡു മാന്ത്രികനെ അവർ അതിക്രൂരമായി കൊല്ലും, അല്ലെങ്കിൽ തിരികെ സ്വന്തം കല്ലറയിലേക്ക് ഓടിച്ചെന്ന് വീണ്ടും മണ്ണിലേക്ക് ആണ്ടുമറിയും. ഇന്നും ഹെയ്ത്തിയുടെ നിയമപുസ്തകത്തിൽ ഒരു വകുപ്പുണ്ട്. ഒരാളെ സോംബിയാക്കി മാറ്റുന്നത് കൊലപാതകത്തിന് തുല്യമായൊരു കുറ്റമാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഹെയ്ത്തിയിൽ വൂഡു എന്നത് എത്രത്തോളം സർവ്വസാധാരണമായൊരു ആഭിചാരമാണെന്ന്.